ദേശീയതലത്തിൽ എന്ന് തന്നെ പറയാം. പ്രമുഖരായ നേതാക്കന്മാരെ എല്ലാം അവതരിപ്പിക്കാൻ കഴിഞ്ഞു. CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, കേന്ദ്ര BJP-യുടെ സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ, കേന്ദ്ര സഹമന്ത്രി G. മുരളീധരൻ, CPI-യുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം, CPI-യുടെ ജനറൽ സെക്രട്ടറി D. രാജ, അങ്ങനെ എല്ലാ നേതാക്കന്മാരെയും നമുക്ക് പ്രമുഖരായിട്ടുള്ള എല്ലാ നേതാക്കന്മാരെയും പങ്കെടുപ്പിക്കാൻ കഴിഞ്ഞു. അതിന്റെ അവസാനമായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവിനെയും നമുക്ക് കഴിഞ്ഞതിനുള്ള സന്തോഷം ഞാൻ ആദ്യമായിട്ട് അറിയിക്കുകയാണ്. അപ്പോ ഇതിപ്പം ഇനിയിപ്പോ തെരഞ്ഞെടുപ്പിന് 2-3 ദിവസം മാത്രമാണ് അവശേഷിക്കുന്നത്. അപ്പോൾ അതിന് മുമ്പുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങളെ കുറിച്ച് സംസ്ഥാന തലത്തിലായാലും ദേശീയ തലത്തിലായാലും ഉള്ള രാഷ്ട്രീയ സാഹചര്യങ്ങളെ കുറിച്ച് പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ വിശദീകരിക്കും. അതിനുശേഷം നിങ്ങൾക്കുള്ള ചോദ്യങ്ങൾ ചോദിക്കാം. മറുപടി അദ്ദേഹം പറയും. ഓക്കെ. ഈ പരിപാടിയിൽ ക്ഷണിച്ചതിന് പ്രസ് ക്ലബിന്റെ ഭാരവാഹികളോട് ഞാൻ പ്രത്യേകമായ നന്ദി പറയുന്നു. തെരഞ്ഞെടുപ്പ് അവസാന ഘട്ടത്തിലാണ്. നാളെ വൈകുന്നേരം പ്രചരണം അവസാനിക്കും. പൂർണ്ണമായ ആത്മവിശ്വാസത്തിലാണ് UDF. 20-20 സീറ്റും നേടി ചരിത്ര വിജയം നേടാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങളെല്ലാവരും ഉള്ളത്. തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിലായപ്പോഴേക്കും എല്ലാ നിലവാരവും വിട്ടുകൊണ്ടുള്ള പ്രചരണമാണ് ഒരു വശത്ത് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ, മറുവശത്ത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ നടക്കുന്നത്. PV അൻവർ MLA രാഹുൽ ഗാന്ധിക്കെതിരായി അത്യന്തം ഹീനമായ ഒരു പ്രസ്താവന നടത്തിയപ്പോൾ ഞാൻ കരുതിയത് മുഖ്യമന്ത്രി പിണറായി വിജയനെ തള്ളിപ്പറയുന്നു. പക്ഷെ അദ്ദേഹം അതിനെ ന്യായീകരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ അറിവോടുകൂടി അദ്ദേഹത്തിന് ആവശ്യപ്പെട്ടിട്ടാണ് PV അൻവർ ഇത്തരം മോശമായ ഒരു പ്രസ്താവന, ഇത്തരം ഹീനവും ക്രൂരവുമായ ഒരു പ്രസ്താവന, നിലവാരമില്ലാത്തൊരു പ്രസ്താവന ശ്രീ രാഹുൽ ഗാന്ധിക്കെതിരെ നടത്തിയതെന്ന് വ്യക്തമാകും. പഴയകാലത്ത് ചില പ്രമാണിമാർ മര്യാദയ്ക്ക് ജീവിക്കുന്ന ആളുകളുടെ വീടിന് മുമ്പിലേക്ക് കള്ളു കൊടുത്ത് ചില ചട്ടമ്പികളെ പറഞ്ഞു വിടും. എന്നിട്ട് അവര് ആ വീടിന്റെ മുമ്പിൽ പോയി അസഭ്യവർഷം നടത്തും. അതിന്റെ ആധുനിക കാലത്തെ പുനരവതാരമാണ് ഈ PV അൻവറിലൂടെ പിണറായി വിജയൻ നിർവഹിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന് ഈ രാഹുൽ ഗാന്ധിയെ ഇപ്പോഴല്ല തുടങ്ങിയത്. ഈ തെരഞ്ഞെടുപ്പ് പ്രചരണം തുടങ്ങുന്ന 37 ദിവസക്കാലമായി. 37 ദിവസവും രാഹുൽ ഗാന്ധിയെ വിമർശിക്കലായിരുന്നു പ്രധാന ലക്ഷ്യം. ഇത് BJP-യുമായി ഉണ്ടാക്കിയ ഒരു ധാരണയുടെ ഭാഗമാണ്. BJP-യെ ഭയന്നാണ് പിണറായി വിജയൻ ജീവിക്കുന്നത്. പേടിച്ചു ഭരിക്കുകയാണ്. കേരളം കണ്ട ഏറ്റവും ഭീരുവായ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കസവ് കെട്ടിയ പേടിത്തൊണ്ടനാണ് മുഖ്യമന്ത്രി എന്നുള്ള പദത്തിന് അടിവരയിടുന്ന സംഭവമാണ് ഇന്നുണ്ടായത്. അപ്പോൾ അദ്ദേഹം BJP-യെ സന്തോഷിപ്പിച്ച്, BJP-യെ സുഖിപ്പിച്ച് ഈ കേസുകളിൽ നിന്നെല്ലാം രക്ഷ നേടാൻ ആഗ്രഹിക്കുന്നു. BJP ആണെങ്കിൽ ഇദ്ദേഹത്തെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോ നോട്ടീസ് വരും, ഇപ്പോ അന്വേഷണം കൂടും, അന്വേഷണം ഇപ്പൊ കടിപ്പിക്കും, ഇപ്പൊ ശരിയാക്കി കളയും എന്ന് പറഞ്ഞ് പേടിപ്പിക്കുകയാണ്, ഭയപ്പെടുത്തുകയാണ്. ആ ഭയത്തിന്റെ സമ്മർദ്ദത്തിലാണ് പിണറായി വിജയൻ കേരളം ഭരിക്കുന്നത്. അപ്പൊ BJP-യെ സന്തോഷിപ്പിക്കാൻ, BJP-യെ പ്രീതിപ്പെടുത്താനാണ്. പ്രധാനമന്ത്രി പറഞ്ഞല്ലോ, ഡൽഹിയിൽ വെച്ച് പറഞ്ഞല്ലോ, ഞാൻ പോലും ഉപയോഗിക്കാത്ത കടുത്ത ഭാഷയാണ് രാഹുൽ ഗാന്ധിക്കെതിരായിട്ട് കേരള മുഖ്യമന്ത്രി ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ സന്തോഷമായി. അപ്പൊ മോഡിയെ സന്തോഷിപ്പിക്കുക, BJP-യെ സന്തോഷിപ്പിക്കുക, അവരുടെ ആ ഭീതിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഹീനമായ ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. രാഹുൽ ഗാന്ധിയെ അല്ല അപമാനിച്ചിരിക്കുന്നത്, ആ കുടുംബത്തെ മുഴുവൻ അവമാനിച്ചിരിക്കുകയാണ്. രാജീവ് ഗാന്ധിയെയും സോണിയാഗാന്ധിയെയും ഉൾപ്പെടെ ഉള്ളവരോടുള്ള ക്രൂരതയാണ് ഈ CPM എത്ര നിലവാരമില്ലാതെ പെരുമാറും, എത്ര നിലവാരമില്ലാത്ത പ്രചരണം നടക്കും. ഇത് പറയുമല്ലോ, ഇംഗ്ലീഷിൽ പറയും ബിലോ ദ ബെൽറ്റ് ഹിറ്റ് എന്ന് പറയും. അതേപോലെ നിലവാരമില്ലാത്ത ഈ പ്രസ്താവനകൾ ഇതുപോലുള്ള ആളുകളെ കൊണ്ട് നടത്തിക്കുകയാണ്. ഇതേ പിണറായി വിജയൻ ഇതേ അൻവറിനെ കൊണ്ട് നിയമസഭയ്ക്കകത്ത് എനിക്കെതിരായിട്ട് 150 കോടി രൂപയുടെ അഴിമതി ആരോപണം ഉന്നയിച്ചു. കോടതി എടുത്ത് തള്ളി കൊട്ടയിലിട്ടു. അപ്പൊ എന്തും പറയിപ്പിക്കും, ആരെ കൊണ്ട് എന്തും പറയിപ്പിക്കാൻ കിട്ടിയ ഒരു ആയുധം. അയാളെ ഞാനൊന്നും പറയുന്നില്ല, കാരണം ഇദ്ദേഹമാണ് അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളത്. ദേശീയതലത്തിൽ നമുക്കറിയാം, ഇന്ന് നിങ്ങൾ എല്ലാവരും അറിയണം, ഇന്ന് വിശ്വോത്തര സാഹിത്യകാരനായ വില്യം ഷേക്സ്പിയറിന്റെ ജന്മദിനവും ചരമദിനവുമാണ്. ഷേക്സ്പിയർ അധികാരവും പദവികളും ദുഷിപ്പിച്ച ഭരണകർത്താക്കളെ കുറിച്ച് ഒരുപാട് നാടകങ്ങൾ എഴുതിയിട്ടുണ്ട്. അധികാര ദുർമോഹിയും അധികാരം നിലനിർത്തുന്നതിന് വേണ്ടി എല്ലാ അധാർമികമായ നിലപാടുകളും സ്വീകരിച്ചിട്ടുള്ള മാക്ബത്ത്
ഷേക്സ്പിയറിന്റെ വളരെ പ്രധാനപ്പെട്ട കഥാപാത്രമാണ്. അധികാരം നിലനിർത്താൻ വേണ്ടി ഏത് ഹീനമായ മാർഗം ഉപയോഗിക്കും. അതാണ് ഇന്ന് രാജ്യത്ത് സമാനമായ സാഹചര്യം ഇന്ന് രാജ്യത്ത് നിലനിൽക്കുന്നു. പ്രധാനമന്ത്രി വർഗീയ പ്രചരണം വിഷം ചീറ്റുകയാണ്. വെള്ളത്തിന് തീപിടിപ്പിക്കുന്ന വർത്തമാനം പറയാൻ പരസ്യമായിട്ട് പറയാൻ ആളുകൾ ഭിന്നിപ്പുണ്ടാക്കാൻ വിദ്വേഷത്തിന്റെ വിഷവിത്തുകൾ പാകുകയാണ്. വിദ്വേഷത്തിന്റെ ക്യാമ്പയിൻ നടത്തുകയാണ്. നമുക്ക് അപരിചിതമായ ഒരു തരത്തിൽ രാജ്യത്ത് വലിയ സംഘർഷം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. അതിലൂടെ അധികാരം അപ്പോ എത്രമാത്രം വെപ്രാളമാണ് അവർക്കുള്ളത്. 400 സീറ്റ് കിട്ടി അധികാരത്തിൽ വരും എന്ന് പറഞ്ഞ് അവസാനമായപ്പോഴേക്കും ഭൂരിപക്ഷം ലഭിക്കുമോ എന്നുള്ള സംശയത്തിലേക്ക്, സീറ്റുകളുടെ എണ്ണം കുറയുമോ എന്നുള്ള സംശയത്തിലേക്കും ഭയപ്പാടിലേക്കും BJP വഴുതി വീണു. അതിന്റെ അവസാന ശ്രമമാണ്, കരകയറാൻ വേണ്ടിയിട്ടുള്ള അവസാന ശ്രമമാണ് ഇന്നലെ രാജസ്ഥാനിൽ ഇന്ന് നടത്തിയ സംഭവം. ഈ രാജ്യത്തെ ഭരണ സംവിധാനങ്ങളെ മുഴുവൻ BJP എത്രമാത്രം ദുഷിപ്പിച്ചിരിക്കുന്നു. പ്രധാനമന്ത്രിയുടെ ഇത്രയും മോശമായ, ഇത്രയും വിദ്വേഷം ചുമത്തുന്ന ഒരു പ്രസ്താവന വന്നതിന് ശേഷം 48 മണിക്കൂറായി. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല, ഒരു നോട്ടീസ് പോലും കൊടുത്തിട്ടില്ല. അപ്പൊ നമ്മുടെ ഭരണഘടനാ സംവിധാനങ്ങൾ എത്ര ദുർബലമായി, എത്രമാത്രം അവയെ തകർത്തിരിക്കുന്നു എന്നതിന്റെ കൂടി ഏറ്റവും വലിയ ഉദാഹരണമാണ് നടക്കുന്നത്. ആ BJP, അധികാരം ദുഷിപ്പിക്കുന്ന BJP, അധികാരം നിലനിർത്താൻ വേണ്ടി വർഗീയത വളർത്തുന്ന BJP, ആ BJPയുമായിട്ടാണ് കേരളത്തിലെ മുഖ്യമന്ത്രിയും CPM-ഉം സന്ധി ചെയ്തിരിക്കുന്നത്. എന്താ പറയുന്നത്? ഇപ്പോ ഗുജറാത്ത് തൂത്തുവാരും BJP എന്നാരാ പറഞ്ഞിരിക്കുന്നത്? കേരളത്തിലെ CPM സെക്രട്ടറി ഗോവിന്ദൻ. BJPയുടെ കേരളത്തിലെ സ്ഥാനാർത്ഥികൾ മിടുമിടുക്കന്മാരാണ്. ആരാ പറഞ്ഞിരിക്കുന്നത്? BJP പ്രസിഡന്റ് അല്ല, കേരളത്തിലെ LDF കൺവീനർ. കേരള രാഷ്ട്രീയത്തിൽ BJPക്ക് ഇടമുണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ്, BJPയെ ഭയന്ന് നടത്തുന്ന ശ്രമമാണ്. എന്തെല്ലാം ദുഷ്പ്രചരണങ്ങളാണ് ഉണ്ടായത്. ആ വടകരയിൽ തോൽക്കുമെന്നായപ്പോൾ അവസാനത്തെ ആഴ്ച വൈകാരികമായ പ്രകടനം നടത്തി കൊണ്ടുവന്ന നുണബോംബ് പൊട്ടിപ്പോയി, ചീറ്റിപ്പോയി നുണബോംബ്. അവസാനം വടകരയിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി തന്നെ പറഞ്ഞു അങ്ങനെ ഒരു വീഡിയോ ഇല്ല. എന്നിട്ട് ഇന്ന് ഗോവിന്ദൻ വീണ്ടും പറയാണ് അങ്ങനെ ഒരു വീഡിയോ ഉണ്ടെന്ന് പറയാണ്, ഇപ്പോഴും പറയാണ് അങ്ങനെ ഒരു വീഡിയോ ഉണ്ടെന്ന്. സ്ഥാനാർത്ഥി പറഞ്ഞു അങ്ങനെ ഒരു വീഡിയോ ഇല്ല. പാർട്ടി സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു വീഡിയോ ഉണ്ട്, അത് പ്രചരിപ്പിച്ചത് പ്രതിപക്ഷ നേതാവും ഷാഫി പറമ്പിലും കൂടിയാണ് എന്ന് പറഞ്ഞിരിക്കുകയാണ്. അത് ഞങ്ങൾ നിയമപരമായ നടപടി സ്വീകരിക്കും ഗോവിന്ദനെതിരായി. ഗോവിന്ദൻ പിന്നെ എന്തും പറയാൻ മടിയില്ലാത്ത ഒരാളാണ്, വാ തുറന്നാൽ എന്തു വേണമെങ്കിലും പറയുന്ന ഒരാളാണ്. അങ്ങനെ ഒരു ഞങ്ങൾ ചോദിച്ചല്ലോ, ഞാനാണ് ആദ്യം പറഞ്ഞത് ഇങ്ങനെ ഒരു വീഡിയോ ഉണ്ടെങ്കിൽ അത് ചെയ്തത് ഒരു UDF-കാരനാണെങ്കിൽ അയാൾക്കെതിരായി ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് എന്റെ ഗ്യാരണ്ടിയാന്ന് പറഞ്ഞു. പക്ഷെ ആ വീഡിയോ നമ്മളാരും കണ്ടിട്ടില്ല, വീഡിയോ നിങ്ങളാരും കണ്ടിട്ടില്ല, മാധ്യമപ്രവർത്തകർ. ഞാൻ പോലീസിനെ വിളിച്ച് അന്വേഷിച്ചു, പോലീസ് കണ്ടിട്ടില്ല വീഡിയോ. അപ്പൊ വീഡിയോ എവിടെ? അപ്പൊ ഇപ്പൊ പറഞ്ഞു വീഡിയോ ഇല്ല. അപ്പൊ സ്ഥാനാർത്ഥി പറഞ്ഞു അത് പോസ്റ്ററാണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഇന്നലെ ചോദിച്ചു, പോസ്റ്റർ ആണെങ്കിലും നമുക്ക് നോക്കാം, അശ്ലീല പോസ്റ്ററാണെന്ന് പറഞ്ഞത് നമുക്ക് നടപടിയെടുക്കാം. അങ്ങനെ പാടില്ലല്ലോ, ഞങ്ങളുടെ ആളുകളാണെങ്കിൽ അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ, നമ്മളത് കൊട പിടിച്ചു കൊടുക്കാൻ പാടില്ലല്ലോ. CPM ചെയ്യുന്ന പോലെ. അപ്പൊ CPM ഞങ്ങളും തമ്മിൽ എന്താ വ്യത്യാസം? അപ്പൊ ഞാൻ കണ്ടിട്ടില്ല പോസ്റ്റർ, നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ പോസ്റ്റർ? ഇവരാരും കണ്ടിട്ടില്ല. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഈ പോസ്റ്റർ? പോലീസിന്റെ കയ്യിലും ഇല്ല ഈ പോസ്റ്റർ, പരാതി കൊടുത്തതിലും ഇല്ല. സാധാരണ പരാതി കൊടുക്കുമ്പോൾ അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് കൊടുക്കും പോസ്റ്റർ. അങ്ങനെ ഒരു പോസ്റ്റർ ഇല്ല. ഇനി വടകരയിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയുടെ PR ഏജൻസി ഈ പോസ്റ്റർ ഉണ്ടാക്കണം പുതിയതായിട്ട്. പോസ്റ്റർ ഇല്ല. അപ്പൊ എന്തൊരു കാപഢ്യമാണ്. ഷാഫി പറമ്പിലിനെ തോൽപ്പിക്കാൻ വേണ്ടി അവസാനത്തെ ആഴ്ച വൈകാരികമായി വന്നിട്ട് ഗദ്ഗത കണ്ടയായി സംസാരിക്കുന്നു. ഇപ്പൊ പറഞ്ഞ് പൊടിയുടെ അലർജി കൊണ്ടാണ് അങ്ങനെ സംസാരിച്ചത്, കരഞ്ഞതല്ല എന്ന് പറയും. എന്തൊരു കാപഢ്യമാണ്. എന്നിട്ട് മുഖ്യമന്ത്രി എന്ന് പറയുകയാണ് വടകരയിൽ നടന്നത് തെമ്മാടിത്താണെന്ന്. നമ്മൾ വിഷുവിന് ചിലപ്പോൾ പടക്കം പൊട്ടിച്ചിങ്ങനെ കുട്ടികളെ എറിയും, പടക്കം ചീറ്റിപ്പോവും. ആ ചീറ്റിപ്പോയ പടക്കം എടുത്തുകൊണ്ട് ഒരു കുട്ടി നിൽക്കുന്ന പോലെയാണ് ഇന്ന് പിണറായി വിജയൻ ചീറ്റിപ്പോയ വടകരയിലെ പടക്കം എടുത്തുകൊണ്ട് നിൽക്കുന്നത്. എന്നിട്ട് ഇന്ന് പറയാ വടകരയിൽ നടന്ന തെമ്മാടിത്തരമാണ്. അത് ചീറ്റിപ്പോയതിന്റെ വിഷമമാണ് പറയുന്നത്. ഇവരൊക്കെ എന്തു വൃത്തികേടും പ്രചരിപ്പിക്കാനും പറയാനും മടിയില്ലാത്തവരായി കേരളത്തിലെ CPM മാറിയിരിക്കുന്നു. ഇനിയിപ്പോ എന്തിനാ ഇപ്പോ രാഹുൽ ഗാന്ധിക്കെതിരായിട്ട് ഇന്ത്യയിലെ ഏറ്റവും മോശമായ പ്രചരണം നടത്തിയതും ഏറ്റവും മോശമായ വാക്കുകൾ പറഞ്ഞതും CPM ആണ്.
CPM-ന് ഏറ്റവും ബെസ്റ്റ് ഈ ഇന്ത്യ മുന്നണിയേക്കാൾ ഏറ്റവും നല്ലത് NDA ആണ്, ഏറ്റവും ബെസ്റ്റ്. അപ്പൊ BJP സ്ഥാനാർത്ഥികളെ അഡ്ജസ്റ്റ് ചെയ്ത് തെരഞ്ഞെടുപ്പിന് മുമ്പ് പറഞ്ഞാൽ മതി എവിടെയൊക്കെയാണ് BJP-യുടെ സ്ഥാനാർത്ഥികൾക്ക് പിന്തുണ കൊടുക്കുന്നത്, BJP എവിടെയൊക്കെയാണ് CPM സ്ഥാനാർത്ഥികൾക്ക് പിന്തുണ കൊടുക്കുന്നതെന്ന് പരസ്യമായിട്ട് പറഞ്ഞാൽ മതി. അതനുസരിച്ച് നമുക്കും തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്താമല്ലോ. ആ ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി കാണേണ്ടത് മുരളീധരനും പിണറായി വിജയനും സുരേന്ദ്രനും ഗോവിന്ദനും ഒക്കെ കൂടി ഒരുമിച്ച് പത്രസമ്മേളനം നടത്തുന്ന ഒരു കാഴ്ച മാത്രമേ കേരളത്തിൽ കാണാനുള്ളൂ. ഒരേ വാചകങ്ങളാണ് ഇവർ സ്ഥിരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവർ ഒരേപോലെയാണ് ദ്രോഹിക്കുന്നത്. അദാനി പോർട്ടിനെതിരായിട്ടുള്ള ഒരു സമരം നടന്നു പുനരധിവാസത്തിനു വേണ്ടി തിരുവനന്തപുരം രൂപതയുടെ നേതൃത്വത്തിൽ. അത് വ്യാപകമായി പ്രചരണം നടത്തി CPM. അത് എന്താണ്, അർബൻ നക്സലൈറ്റുകളാണ്, തീവ്രവാദികളാണ് അതിന്റെ പുറകിലുള്ളതെന്ന് പറഞ്ഞ് പോലീസ് റിപ്പോർട്ട് കൊടുത്തു, ഇന്റലിജൻസ് റിപ്പോർട്ട് കൊടുത്തു. അതിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര ഗവൺമെന്റ് തിരുവനന്തപുരം ആർച്ച് രൂപതയുടെ അക്കൌണ്ടുകൾ മരവിപ്പിച്ചു. ദേശാഭിമാനി പത്രത്തിൽ ഫ്രണ്ട് പേജിൽ തിരുവനന്തപുരം രൂപതയിലെ വികാരി ജനറൽ ഉൾപ്പെടെയുള്ള ആളുകൾ തീവ്രവാദികളാണ് എന്ന് അവരുടെ പടം വെച്ചുകൊണ്ട് കൊടുത്തു. ഇപ്പൊ അവരുടെ അക്കൌണ്ട് മരവിപ്പിച്ചു. അപ്പൊ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ ഒരുമിച്ച് കൂടിയിട്ടാണ് തിരുവനന്തപുരം രൂപതയുടെ അക്കൌണ്ടുകൾ മരവിപ്പിച്ചത് എന്ന യാഥാർത്ഥ്യം അറിയണം. എങ്ങനെ അക്കൌണ്ട്? സ്റ്റേറ്റ് പോലീസ് കൊടുത്ത റിപ്പോർട്ടാണ്. സ്റ്റേറ്റ് പോലീസ് അത് തീവ്രവാദ സ്വഭാവം ഉണ്ട്, തീവ്രവാദികൾ ആ പോർട്ടിലെ സമരത്തിന്റെ പുറകിലുണ്ട് എന്ന് സംസ്ഥാന ഇന്റലിജൻസ് കൊടുത്ത റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് അവരുടെ അക്കൌണ്ട് മരവിപ്പിച്ചത്. അപ്പൊ ഇവര് തമ്മിൽ ഗൂഢാലോചന നടത്തി. കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ ഗൂഢാലോചന നടത്തിയിട്ടാണ് തിരുവനന്തപുരം രൂപതയുടെ ചാരിറ്റി പ്രവർത്തനം നടത്തുന്ന അവരുടെ അക്കൌണ്ടുകൾ പൂർണ്ണമായി മരവിപ്പിച്ചത്. കേരള പോലീസ് അതിന്റെ പുറകിലുണ്ട്. ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രിയുടെ അനുമതിയോടുകൂടിയാണ് അത് ചെയ്തിരിക്കുന്നത്. അപ്പൊ അവർക്കിഷ്ടമില്ലാത്ത സമരം ആര് ചെയ്താലും ആ സമരത്തെ അർബൻ നക്സലൈറ്റുകൾ എന്ന് വിളിക്കും, തീവ്രവാദികൾ എന്ന് വിളിക്കും. കേന്ദ്ര ഗവൺമെന്റിന് റിപ്പോർട്ട് കൊടുത്ത് അവരെ തീവ്രവാദികളുടെ ലിസ്റ്റിൽപ്പെടുത്തിയിരിക്കുകയാണ് ഇപ്പോ നടന്നിരിക്കുന്ന സംഭവം. അപ്പൊ ഗുരുതരമായ സംഭവങ്ങളാണ് കേരളത്തിലുള്ളത്. ഇന്ന് മുഖ്യമന്ത്രിയോട് ചോദിച്ചു, കേരള ഭരണത്തിന്റെ വിലയിരുത്തലാവുമോ? മുഖ്യമന്ത്രി മനഃപൂർവ്വം ഒഴിഞ്ഞുമാറി. ഞങ്ങൾ വെല്ലുവിളിക്കുന്നു കേരളത്തിലെ മുഖ്യമന്ത്രിയെ, ഇത് കേരളത്തിലെ ഭരണത്തിന്റെ കൂടി വിലയിരുത്തലാകും എന്ന് പറയാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? ധൈര്യമുണ്ടോ? ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അതുകൂടി വിലയിരുത്തപ്പെടും. കേരളത്തിൽ 1 കോടി ആളുകൾക്ക് പെൻഷൻ കൊടുക്കാത്തത്, ക്ഷേമനിധി പെൻഷനും സാമൂഹ്യ സുരക്ഷാ പെൻഷനും കൂടി, ആശുപത്രിയിൽ മരുന്നില്ലാത്തത്, മാവേലി സ്റ്റോറിൽ സാധനങ്ങളില്ലാത്തത്, കരാറുകാർക്ക് 16,000 കോടി കൊടുക്കാനുള്ളത്, ജീവനക്കാർക്കും പെൻഷൻകാർക്ക് കൂടി 40,000 കോടി കൊടുക്കാനുള്ളത്, ഉച്ചഭക്ഷണത്തിന് പണമില്ലാത്തത്, ഖജനാവ് കാലിയാക്കിയത്, കമന്ന് വീണാൽ കാൽപ്പണമായി പൊങ്ങുന്ന ഈ അഴിമതിക്കാരെ കുറിച്ച് ധിക്കാരവും ധാർഷ്ട്യം കൊണ്ട് ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത സ്ഥിതിയുണ്ടാക്കിയ ഈ കേരളത്തെക്കുറിച്ചും ഗൌരവതരമായി ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടും. അതുകൂടി ഈ തെരഞ്ഞെടുപ്പിൽ വിഷയമാണ്. അത് വിഷയമല്ല എന്ന് മുഖ്യമന്ത്രി പറയാം. ഗോവിന്ദൻ പറഞ്ഞത് കഴിഞ്ഞ പ്രാവശ്യം 1 സീറ്റേ ജയിച്ചുള്ളൂ, ഈ പ്രാവശ്യം 2 സീറ്റ് ജയിച്ചാലും ഭയങ്കര വിജയമാണെന്നാണ്. അപ്പൊ 2 സീറ്റ് പ്രതീക്ഷ, 1 സീറ്റിലും ജയിക്കില്ല CPM, 1 സീറ്റിലും ജയിക്കില്ല LDF. ഇതാണ് പറയാനുള്ളത്. നല്ല ആത്മവിശ്വാസത്തിലാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. അല്ല, ഞാൻ പറഞ്ഞുതരാം 37 ദിവസമായി ഒരേ ടെക്സ്റ്റാണ് മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിലും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലും നടത്തുന്നത്. ഒരേ ടെക്സ്റ്റ്. ആ ടെക്സ്റ്റിൽ എല്ലായിടത്തെയും മുഖ്യമായ വാചകം രാഹുൽ ഗാന്ധിക്കെതിരെയാണ്. അപ്പൊ രാഹുൽ ഗാന്ധി കുറെ ദിവസങ്ങൾ കഴിഞ്ഞ് കോഴിക്കോട് ബീച്ചിൽ പ്രസംഗിക്കുമ്പോൾ അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് എന്നെ വിമർശിക്കുന്നത്? ഞാനല്ല അവരുമായി പോരാടുന്നത്, BJPയുമായി. എന്നെ 55 മണിക്കൂർ ED ചോദ്യം ചെയ്തു, എന്റെ പാർലമെന്റ് അംഗത്വം റദ്ദാക്കി, എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. നിങ്ങൾ എന്നെയാണ് വിമർശിക്കുന്നത്. നിങ്ങൾ കുറച്ച് സമയം മോഡിയെയും BJPയെയും വിമർശിക്കാൻ എടുക്കണം. മോഡിയെയും BJPയെയും സംഘപരിവാർ സർക്കാരിനെയും വിമർശിക്കുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും കേന്ദ്ര ഏജൻസികൾ വേട്ടയാടുകയാണ്. 2 മുഖ്യമന്ത്രിമാർ ജയിലിലാണ്. നിങ്ങൾക്കൊരു നോട്ടീസ് പോലും അവർ തന്നിട്ടില്ലല്ലോ എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. എന്തുകൊണ്ട് പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്നല്ല ചോദിച്ചത്, അത് അങ്ങനെ ആക്കിയതാണ്. അത് കറക്റ്റല്ലേ ആ ചോദിച്ചത്? ഒരു നോട്ടീസ് പോലും ലൈഫ് മിഷന്റെ പേരിൽ പ്രിൻസിപ്പൽ സെക്രട്ടറി ജയിലിൽ കിടക്കുക ശിവശങ്കർ. ലൈഫ് മിഷന്റെ ചെയർമാൻ ആരാ? മുഖ്യമന്ത്രി പിണറായി വിജയൻ. അറസ്റ്റ് ചെയ്യണ്ട, ചോദ്യം ചെയ്യണ്ട, ഒരു മൊഴിയെടുക്കണ്ടേ?
നോട്ടീസ് പോലും കൊടുത്തില്ലല്ലോ. എന്തുകൊണ്ടാണ് 6.5 കൊല്ലമായിട്ട് SNC ലാവലിന്റെ കേസ് എടുക്കാത്തത്? സുപ്രീം കോടതിയിൽ CBIയുടെ വക്കീലും കേന്ദ്ര ഗവൺമെന്റിന്റെ വക്കീലും ഹാജരാവില്ലല്ലോ. 6.5 കൊല്ലമായി 60 പ്രാവശ്യം മാറ്റിവെച്ചില്ലേ? 60 പ്രാവശ്യം. അപ്പൊ രാഹുൽ ഗാന്ധിക്കെതിരെ തുടക്കം മുതലേ അത് BJPയെ സന്തോഷിപ്പിക്കാൻ വേണ്ട. BJPക്ക് ഏറ്റവും ഇഷ്ടം എന്താ? രാഹുൽ ഗാന്ധി ചീത്ത വിളിക്കില്ല. പ്രധാനമന്ത്രിയുടെ എല്ലാ പ്രസംഗത്തിലും രാഹുൽ ഗാന്ധിയെ അവഹേളിച്ച് സംസാരിക്കും. 2014 മുതൽ രാഹുൽ ഗാന്ധിയെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അവഹേളിക്കുകയും അപകീർത്തിപ്പെടുത്തുകയും അപമാനിക്കുകയും ചെയ്യുകയായിരുന്നു BJP സംഘപരിവാർ. 10 കൊല്ലം കഴിഞ്ഞപ്പോൾ അത് പൂർണ്ണമായി കേരളത്തിൽ പിണറായി വിജയനും CPM-ഉം കൂടി അത് ഏറ്റെടുത്തു എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഈ 37 ദിവസത്തെ പ്രചാരണത്തിനിടയിൽ ഒരിക്കൽ പോലും അതായത് ഈ ഗവൺമെന്റിന്റെ ഭരണപരാജയങ്ങൾ മറച്ചു വെക്കുന്ന ഒരു സമീപനം അല്ലേ ഈ പിണറായി വിജയൻ? അതാണല്ലോ ചെയ്തത്. അതായത് എല്ലാ ദിവസവും പൗരത്വ നിയമം പറയും, എല്ലാ ദിവസവും രാഹുൽ ഗാന്ധിയെ വിമർശിക്കും. അപ്പൊ സംസ്ഥാന സർക്കാരിനെതിരായി ഉയരുന്ന അമർഷവും രോഷവും പ്രതിഷേധവും ഈ തെരഞ്ഞെടുപ്പിന്റെ അജണ്ടയിൽ വരാതിരിക്കാനുള്ള ഒരു കൗശലവും ചുളുവിൽ ന്യൂനപക്ഷത്തിന്റെ വോട്ട് കിട്ടാനുള്ള ഒരു ശ്രമവുമാണ് പിണറായി വിജയൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് എക്സ്പോസ്ഡായി ഞങ്ങൾ ഇപ്പുറത്ത് വർക്ക് ചെയ്യല്ലേ, ഞങ്ങളത് പറയില്ലേ? അതാണ് സംഭവിച്ചത്. 37 ദിവസവും രാഹുൽ ഗാന്ധിക്കെതിരെ പ്രസംഗിച്ചിട്ടുണ്ട്. ഞാൻ എല്ലാ ദിവസവും വാച്ച് ചെയ്ത ആളാണ്. ഞാനിപ്പോഴല്ല പറയുന്നത്, ഞാൻ അന്ന് മുതലേ പറയുന്നത്. ഇദ്ദേഹം എന്താണ് രാഹുൽ ഗാന്ധിക്കെതിരെ രൂക്ഷമായ വിമർശനം? ഇനി പറയാം. പ്രധാനമന്ത്രി ഡൽഹിയിൽ വെച്ച് പറഞ്ഞു രാഹുൽ ഗാന്ധി വടക്കേ ഇന്ത്യയിൽ നിന്ന് ഒളിച്ചോടി വയനാട്ടിൽ പോയി മത്സരിക്കുന്നു. ഓക്കെ, അവര് പറഞ്ഞോട്ടെ. അദ്ദേഹം വാരണാസിയിലല്ല മത്സരിക്കുന്നത്, ഗുജറാത്തിലല്ല, സ്വന്തം സംസ്ഥാനത്തല്ലല്ലോ. പിറ്റേ ദിവസം പിണറായി വിജയൻ സെയിം സെന്റൻസ്, രാഹുൽ ഗാന്ധി വടക്കേ ഇന്ത്യയിൽ നിന്ന് ഒളിച്ചോടി വയനാട്ടിൽ നിന്ന് മത്സരിക്കുന്നു. ഈ 2 പ്രസ്താവന എഴുതുന്ന ഇപ്പോൾ ഒരു സ്ഥലത്താണ്. അതാണ് എന്റെ ഡൗട്ട്. പിന്നെ സ്മൃതി ഇറാനി എന്ന് പറയുന്ന മന്ത്രിയെ വർഷങ്ങളായി നരേന്ദ്രമോദി ചുമതലപ്പെടുത്തിയിരിക്കും. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും സന്ദർശിച്ച് ഏറ്റവും മോശമായി രാഹുൽ ഗാന്ധിയെ കുറിച്ച് പറയാൻ. അവരത് ഭംഗിയായിട്ട് എല്ലാ സംസ്ഥാനങ്ങളിലും പോയിട്ട് രാഹുൽ ഗാന്ധിയെ ചീത്ത വിളിച്ചുകൊണ്ടിരിക്കും. ഇടയ്ക്ക് കേരളത്തിലും വരും, വയനാട്ടിലും വരും, അവിടേക്ക് വരും. ഒരു ദിവസം രാഹുൽ ഗാന്ധി ഈ സ്മൃതി ഇറാനിയുടെ പ്രസ്താവന രാഹുൽ ഗാന്ധിക്കെതിരെ, പിറ്റേ ദിവസം സെയിം സ്റ്റേറ്റ്മെന്റ്, ഒരു വാക്കിൽ പോലും വ്യത്യാസമില്ലാതെ പിണറായി വിജയന്റെ സ്റ്റേറ്റ്മെന്റ്. അതാണ് ഞാൻ ചോദിച്ചത്, ഇതെല്ലാം ഒരുമിച്ച് ഒരു സ്ഥലത്തിരുന്ന് തയ്യാറാക്കി കൊടുക്കുന്നതാണോ? 5 കൊല്ലം മുമ്പ് ലീഗിന്റെ പതാക വയനാട്ടിലെ വിവാദമാക്കിയത് BJP. 5 കൊല്ലം കഴിഞ്ഞപ്പോ അതേ ലീഗിന്റെ പതാക വിവാദമാക്കിയത് പിണറായി വിജയൻ. അപ്പൊ BJPയും പിണറായി വിജയനും തമ്മിലുള്ള ദൂരമില്ല, ഒരു പ്രശ്നമില്ല. അപ്പൊ ഞാൻ ആ പ്രധാനമന്ത്രിയെ കാണാൻ പോയപ്പോ ഒരു ഒടുക്കത്തൊരു നിപ്പ് നിന്ന്, അത് ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇത്രയും വിധേയത്വമാണ്, ഇത്രയും ഭയന്നാണ് കണ്ടാ തോന്നും. പക്ഷെ നമുക്കപ്പോഴും കേരളത്തിലെ മുഖ്യമന്ത്രിയല്ല, അങ്ങനെ പോവോ? അതുകൊണ്ടാണ് ഞാനത് മറ്റേ പേരിട്ടത്, കസവ് കെട്ടിയ. ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ഒന്നാണല്ലോ പൗരത്വ ഭേദഗതി. അപ്പൊ ആ നിയമത്തെ സംബന്ധിച്ച് മുഖ്യമന്ത്രി പറയുന്നത് തെറ്റെന്താണ്? നിങ്ങളുടെ പ്രകടനത്തെ കോൺഗ്രസിന്റെ പ്രകടനത്തെ പ്രധാനപ്പെട്ട വിഷയമായി പരാമർശിക്കുക എന്നേ അദ്ദേഹത്തെ. എന്തിനാണ് ഞാൻ ചോദിക്കട്ടെ? 2019 മുഖ്യമന്ത്രി എന്തെല്ലാം നുണ പറഞ്ഞു അതുമായിട്ട് ബന്ധപ്പെട്ട്? ആദ്യം പറഞ്ഞു പാർലമെന്റിൽ ഈ പൗരത്വ നിയമം എടുത്തപ്പോൾ നമ്മുടെ MP-മാരെല്ലാം ഊണരിക്കാൻ പോയിരിക്കാന്ന് പറഞ്ഞു. സോണിയാഗാന്ധിയുടെ വീട്ടിൽ അവരാരും സംസാരിച്ചില്ല എന്ന് പറഞ്ഞു. ഞാനപ്പോ ശശി തരൂരിന്റെ, പ്രേമചന്ദ്രന്റെ, ET മുഹമ്മദ് ബഷീറിന്റെ 3 പേരുടെ പ്രസംഗത്തിന്റെ വീഡിയോ എടുത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് അയച്ചു കൊടുത്തു. പിന്നെ മുഖ്യമന്ത്രി പറഞ്ഞു രാഹുൽ ഗാന്ധി ഉണ്ടായിരുന്നില്ല, വിദേശത്തായിരുന്നു, ഇവരാരും വോട്ട് ചെയ്തില്ല പൗരത്വ നിയമത്തിനെതിരായിട്ടെന്ന് പറഞ്ഞു. ഇപ്പൊ രാഹുൽ ഗാന്ധി അടക്കം കേരളത്തിലെ മുഴുവൻ UDF MP-മാരോടക്കം കോൺഗ്രസിന്റെ MP-മാര് മുഴുവൻ പാർലമെന്റിൽ പൗരത്വ നിയമത്തെ എതിർത്ത് വോട്ട് ചെയ്തതിന്റെ പാർലമെന്റിലെ രേഖ ഞാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് അയച്ചു കൊടുത്തു. അപ്പൊ മുഖ്യമന്ത്രി സ്ഥാനത്തിരുന്ന് നട്ടാക്കുറിക്കാത്ത നുണ പറയുകയാണോ? ആസാമാണ് ഏറ്റവും പ്രശ്നം, കേരളത്തിലൊന്നും അല്ലല്ലോ പൗരത്വ പ്രശ്നം, ആസാമിലാണ്. ആസാമിൽ പബ്ലിക് മീറ്റിംഗ് നടത്തിയിട്ടാണ് രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചത് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഈ പൗരത്വ നിയമം അറബിക്കടലിൽ. അദ്ദേഹം ഇവിടെ പ്രസംഗിച്ചല്ലോ കഴിഞ്ഞ ദിവസം. അദ്ദേഹം പറഞ്ഞല്ലോ മതത്തിന്റെ അടിസ്ഥാനത്തിൽ പൗരത്വത്തെ കണക്കാക്കാൻ പറ്റില്ല, കോൺഗ്രസ് സമ്മതിക്കില്ല. ഇവിടെ പ്രിയങ്ക ഗാന്ധിയും ചിദംബരവും പറഞ്ഞല്ലോ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഇത് കളയുമെന്ന്. ഞങ്ങളത് പറഞ്ഞത് കഴിഞ്ഞ 10 വർഷക്കാലം BJP ഭരിക്കുന്ന സമയത്ത് ഉണ്ടാക്കിയ ഭരണഘടനാ വിരുദ്ധ നിയമങ്ങളെല്ലാം റദ്ദാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്, കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അത് വായിച്ചു നോക്കിയിട്ട് അദ്ദേഹത്തിന് മനസ്സിലാകേണ്ട. പിന്നെ 19 സീറ്റിലൊക്കെയാണ് യഥാർത്ഥത്തിൽ മത്സരിക്കണം. ബാക്കി പിന്നെ കുറച്ച് ബംഗാളിൽ അവിടെ ഇവിടെയൊക്കെ മത്സരിക്കുന്നുണ്ട് CPM. ശരിക്ക്
കണ്ടസ്റ്റ് ചെയ്യുന്ന 19 സീറ്റിൽ മത്സരിക്കുന്ന 540 പാർലമെന്റ് അംഗങ്ങളുള്ള സ്ഥലത്ത് മത്സരിക്കുന്ന CPM പ്രകടന പത്രിക ഇറക്കിയിരിക്കുക. പ്രകടന പത്രിക എന്താ ശരിക്കും? ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഇന്നത് ചെയ്യുമെന്ന. CPM പ്രകടന പത്രിക ഇറക്കിയിരിക്കുക. എവിടെ? കേന്ദ്രത്തിലെ അധികാരത്തിൽ വന്നാൽ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് ആളുകളെ കബളിപ്പിക്കുന്നതിനെല്ലാം വേണ്ടി നേരത്തെ പറഞ്ഞു പൗരത്വ നിയമം കേരളത്തിൽ നടപ്പാക്കില്ല. ഞാൻ ചിരിച്ചുപോയി. പൗരത്വ നിയമം സെൻട്രൽ ആക്ട്. പൗരത്വം കൊടുക്കുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയല്ലേ? സ്റ്റേറ്റ് ഗവൺമെന്റാണ് പൗരത്വം കൊടുക്കുന്നത്. ഇവിടെ ആളുകളെ പറ്റിക്കുകയാണ്. അപ്പൊ ഞാനത് പറഞ്ഞു കഴിഞ്ഞപ്പോ പറഞ്ഞു കേരളത്തിൽ നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞ കളിയാക്കുവാണ്. ഞാൻ പരിഹസിക്കുകയാണ്. കേരളത്തിൽ നടപ്പിലാക്കില്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞതിനെ ഞാൻ പരിഹസിക്കുകയാണ്. അത് ജനങ്ങളെ കബളിപ്പിക്കുകയാണ്. കള്ളത്തരം പറയല്ലേ? സ്റ്റേറ്റ് ഗവൺമെന്റിന് എന്ത് റോളാണ്? കറക്റ്റ് ആണെന്നേ. പ്രേമേന്ദ്രൻ പറഞ്ഞ കറക്റ്റ് അല്ലേ? സാമാന്യ ബോധമുള്ള ആരെങ്കിലും പറയോ കേരളത്തിൽ നടപ്പാക്കില്ലെന്ന്? പൗരത്വ നിയമം സെൻട്രൽ ഗവൺമെന്റ് ഒരു നിയമം പാസാക്കിയ എല്ലായിടത്തും ബാധകമല്ലേ? മാത്രമല്ല പൗരത്വ നിയമത്തിന്റെ കാര്യത്തിൽ എന്ത് റോളാണ് സ്റ്റേറ്റിനുള്ളത്? നടപ്പാക്കില്ല എന്ന് പറയാൻ വേണ്ടിയിട്ട്. മാത്രമല്ല കേരളത്തിൽ അത് ഉള്ള ഒരു വിഷയമല്ല, അത് ദേശീയ വിഷയമാണ്, പ്രധാനപ്പെട്ട വിഷയമാണ്. ഞങ്ങളെല്ലാം അതിന്റെ പേരിൽ സമരത്തിൽ പോയിട്ട് കേസുള്ള ഞങ്ങൾക്കൊക്കെ ഈ കേസെല്ലാം പിൻവലിക്കുമെന്ന് പറഞ്ഞാണ്. 835 കേസെടുത്ത് ആരാ? പിണറായി വിജയനല്ലേ? അത് ഈ തെരഞ്ഞെടുപ്പ് വരെ പിൻവലിച്ചില്ലല്ലോ. ആകെ 69 കേസ് പിൻവലിപ്പിച്ചു. സൂചിപ്പിക്കുമായിരുന്നു BJP. ഇപ്പൊ തെരഞ്ഞെടുപ്പ് എടുത്തപ്പോ സബ്ജക്ട് മാറ്റാൻ വേണ്ടി ഇപ്പോഴാണ് പൗരത്വ പ്രേമം വന്നത്. അതിനു മുമ്പ് ഈ കേസ് പിൻവലിക്കാൻ പൗരത്വ പ്രേമം ഉണ്ടായില്ലല്ലോ. 1 ഡസൻ പ്രാവശ്യം ഞങ്ങൾ നിയമസഭയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് പൗരത്വ നിയമത്തിന്റെ പ്രക്ഷോഭങ്ങളുമായി ബന്ധപ്പെട്ട കേസ് പിൻവലിക്കണമെന്ന്. പിൻവലിച്ചില്ലല്ലോ. 2019 കഴിഞ്ഞ് 5 കൊല്ലം കഴിഞ്ഞപ്പോ പൗരത്വത്തോടൊരു സ്നേഹം. ഇതൊക്കെ ഒരു കാപട്യമാണ്. വിഷയങ്ങൾ മറച്ചുവെക്കാൻ നോക്കുകയാണ്. ആളുകൾ ഒന്നും മറക്കില്ല ഈ ഗവൺമെന്റിന്റെ കാര്യം. ക്രിമിനൽ വൽക്കരിച്ചത്, നവകേരള സദസ്സ്, സിദ്ധാർത്ഥിന്റെ മരണം, വണ്ടിപ്പെരിയാറിലെ കുഞ്ഞിന്റെ മരണം, കാസർഗോഡ് റിയാസ് മൗലവിയുടെ മരണവും കേസിന്റെ വിധിയും, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഭരണം മുഴുവൻ വളരെ മോശമായി, ചരിത്രത്തിലെ ഏറ്റവും മോശമായ ഭരണകൂടമാണ് കേരളത്തിലെ ഭരണകൂടം. ചർച്ച ചെയ്യപ്പെടും, സംശയം എന്താ? കഴിഞ്ഞ ദിവസം P. ചിദംബരം പറഞ്ഞത് ഈ പൗരത്വ ഭേദഗതി നിയമം പ്രകടന പത്രികയിൽ ഉൾക്കൊള്ളിക്കാൻ തയ്യാറാക്കിയതാണ്. സ്ഥലക്കുറവുണ്ട്. അതൊന്നല്ല അങ്ങനെ. അതേ വളരെ ഹി മെയ്ഡ് ഇറ്റ് വെരി ക്ലിയർ ദാറ്റ് വെൻ വി വിൽ കം ഇൻ ടു പവർ ഇറ്റ് വിൽ ബി സ്ക്രാപ്ഡ്. വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞതാണ്. എല്ലാവരും പറഞ്ഞു. പിന്നെ അതിനകത്തൊരു കൺഫ്യൂഷന്റെ ഒരു ആവശ്യമില്ല. ഈ PV അൻവറിന്റെ പല പ്രസ്താവനകളും ഇതിനു മുമ്പും വലിയ രീതിയിൽ വിവാദമാവുകയും ചർച്ചയാവുകയും ചെയ്തിട്ടുണ്ട്. സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ അദ്ദേഹം വിടുന്ന ചില കുറിപ്പുകളും തന്നെ ഇതായിട്ടുണ്ട്. ഇതെന്താണ് കോൺഗ്രസ് സംവിധാനം പാലിക്കുന്നത്? അല്ലല്ല, നമ്മൾ ഈ വാക്കത്തിയോടല്ലല്ലോ നമ്മൾ പോരാടുന്നത്. വാക്കത്തി വെച്ച് വെട്ടുന്ന ആളോടല്ലേ പോരാടുന്നത്? ആരാ? വാക്കത്തിയോടല്ലല്ലോ നമ്മുടെ ഫൈറ്റ്. ഇവനെ ആയുധമായിട്ട് ഉപയോഗിക്കല്ലേ പിണറായി വിജയൻ. അപ്പൊ വാക്കത്തിയോടാണോ നമ്മൾ ഫൈറ്റ് ചെയ്യേണ്ടത്? അല്ലെ കോടാലിയോടാണോ നമ്മൾ ഫൈറ്റ് ചെയ്യേണ്ടത്? നമ്മൾ കോടാലിയോടും വാക്കത്തിയോടും അല്ല ഫൈറ്റ് ചെയ്യേണ്ടത്. നമ്മൾ ആയുധം ഉപയോഗിക്കുന്ന ആളോടാണ് ഫൈറ്റ് ചെയ്യേണ്ടത്. അതുകൊണ്ട് പിണറായി വിജയനോടാ ഫൈറ്റ് ചെയ്യേണ്ടത്. ഇതുപോലത്തെ ആളുകളോട് നമ്മൾ ഫൈറ്റ് ചെയ്യാൻ പോകണം എന്തിനാ? എന്ത് കാര്യത്തിന്? ഇപ്പൊ പറഞ്ഞ നിയമസഭയിൽ പറഞ്ഞ അറിയില്ല ആരോപണം. അതായത് കേരളയിൽ വരുമായിരുന്നുവെങ്കിൽ കേരളം IT-യുടെ കേന്ദ്രമായി മാറുമായിരുന്നു. വലിയ ബൂസ്റ്റ്. അതോടുകൂടി ഹൈദരാബാദിലെയും ബാംഗ്ലൂരിലെയും IT കമ്പനികൾ തകരുമായിരുന്നു 2050 ആകുമ്പോഴേക്കും. ഇത് മുൻകൂട്ടി കണ്ട ഹൈദരാബാദിലെയും ബാംഗ്ലൂരിലെയും IT കമ്പനി ഉടമകൾ KC വേണുഗോപാലിനെ ബന്ധപ്പെട്ടു. KC വേണുഗോപാൽ VD സതീശനെ ബന്ധപ്പെട്ടു. ഇപ്പോഴല്ല, ഞാൻ MLA ഇരിക്കുമ്പോൾ. എന്നിട്ട് പറഞ്ഞു എന്നെ മുഖ്യമന്ത്രിയാക്കാന്ന് പറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യം 2021. മാത്രമല്ല തെരഞ്ഞെടുപ്പിൽ സഹായിക്കാൻ ഒരു 150 കോടി രൂപ മത്സ്യം കയറ്റി വരുന്ന ഒരു മത്സ്യം ഫ്രീസ് ചെയ്ത് വരുന്ന വലിയ ട്രക്കിൽ കടത്തിവിട്ടു. അത് ചാവക്കാടെത്തി. ചാവക്കാട് നിന്ന് ഞാൻ 2 ആംബുലൻസിൽ അത് കൊണ്ടുവന്നു. എന്നിട്ട് ഞാൻ ഒറ്റയാൾക്ക് പൈസ കൊടുക്കാതെ ഞാൻ തിരിച്ചത് ബാംഗ്ലൂരിലേക്ക് വിട്ടു. എങ്കിൽ പിന്നെ കഷ്ടപ്പെട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നതിന്. അപ്പൊ മാത്രമല്ല ആ സീക്വൻസിൽ തിരിച്ചു പോയ വണ്ടിയുടെ പേരും പറഞ്ഞില്ല. തിരിച്ചെങ്ങനെ കൊണ്ടുപോയെന്ന് കൂടി പറയണ്ടേ? ഈ പിണറായി വിജയൻ പറയിപ്പിച്ചാണ്. ഞാൻ അതുകൊണ്ട് മുഖ്യമന്ത്രിയോട് ചോദിച്ച് എനിക്ക് ഈ പറഞ്ഞവനെ കുറിച്ച് ഒന്നും പറയാനില്ല, നിങ്ങളെ കുറിച്ചാണ് എനിക്ക് സഹതാപം. ഞാൻ ചിരിക്കണോ അല്ല നിങ്ങളെ ഓർത്ത് കരയണോ എന്ന് ഞാൻ ചോദിച്ചു. അയാൾ അവിടെ ഇരുന്നോണ്ടല്ലേ ഇതൊക്കെ പറയിപ്പിക്കുന്നത്? എന്ത് തോന്നിയ ദിവസം പറയിപ്പിക്കണം? എന്നിട്ട് വേറൊരുത്തരെ കൊണ്ട് കോടതി കൊണ്ട് വിജിലൻസിൽ കൊണ്ട് കേസ് കൊടുപ്പിക്കുക. വിജിലൻസ് എനിക്കൊരു നോട്ടീസ് പോലും അയച്ചില്ലല്ലോ. എടുത്ത് തള്ളി നല്ല കൃത്യമായിട്ടുള്ള കമന്റും പറഞ്ഞല്ലോ. എന്തു പറയാന്ന് പറഞ്ഞത്?
2050 ബാംഗ്ലൂരിലെയും ഹൈദരാബാദിലെ IT കമ്പനി തകരും. അപ്പൊ അത് അവർ മുൻകൂട്ടി കണ്ടിട്ട് കേരളയിൽ തകർക്കാൻ വേണ്ടിയിട്ട് ഇവരൊക്കെ എന്തും പറയും, മനസ്സിലായില്ലേ? അല്ല, ഞാൻ പറഞ്ഞല്ലോ, വെട്ടിയിട്ട് മുറിയില്ലല്ലോ, ഒരു മുറിവുണ്ടാക്കാൻ പറ്റില്ലല്ലോ. ഇങ്ങനെയുള്ള ആളുകൾക്ക് ഇതൊക്കെ മതി. ഇവരൊക്കെ ഇപ്പൊ മീഡിയയുടെ ഫോക്കസിലായില്ലേ, സന്തോഷമായില്ലേ? ചിലർക്ക് നെഗറ്റീവ് വാർത്തയിലും കുഴപ്പമില്ല, മീഡിയയുടെ ഫോക്കസിൽ നിന്നാ മതി, കണ്ടാ മതി, മനസ്സിലായില്ലേ? അപ്പൊ ഇങ്ങനെ അതാണല്ലോ വാപോയ കോടാലി ഞാൻ നേരത്തെ പറഞ്ഞു, അത് ശ്രദ്ധിക്കാണ്ട. ഞാൻ പറഞ്ഞല്ലോ ക്ലിയർ ആയിട്ട്. അതായത് രാത്രിയാവുമ്പോ ഇപ്പൊ എന്താ പറയണത്, കമ്മീഷണർ അഴിഞ്ഞാടി അല്ലേ എന്നല്ലേ പറയണത്? എപ്പൊത്ത് തലേ ദിവസം രാത്രി തൊട്ട് കമ്മീഷണർ അഴിഞ്ഞാടുകയാണ്. എപ്പോ വരെ? പിറ്റേ ദിവസം വെളുപ്പാങ്കാലത്ത് 7:30 വരെ കമ്മീഷണർ അഴിഞ്ഞാടുകയാണ്. 2 മന്ത്രിമാര് തൃശ്ശൂർ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഇവര് രണ്ടുപേരും ഈ കമ്മീഷണർ അഴിഞ്ഞാടുന്ന അറിഞ്ഞില്ലേ? എന്റെ ചോദ്യമാണ്, അറിഞ്ഞില്ല. കമ്മീഷണർ അഴിഞ്ഞാടിക്കൊണ്ടേയിരുന്നു. ഇനി ADGP സ്ഥലത്തുണ്ട്, ADGP അറിഞ്ഞില്ലേ കമ്മീഷണർ അഴിഞ്ഞാടുന്നു? ഇനി മുഖ്യമന്ത്രി എന്നുള്ള ഒരാളുണ്ടല്ലോ കേരളത്തിൽ, ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള ആള്, സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ ഇന്റലിജൻസിന്റെ ചുമതലയുള്ള ആള്. ഈ മനുഷ്യനെ അറിഞ്ഞില്ലേ ഈ കമ്മീഷണർ അഴിഞ്ഞാടുന്നു? പിറ്റേ ദിവസം വെളുപ്പിനാണ് അറിയുന്നത്. അതിനേക്കാൾ മുമ്പ് ഞാൻ അറിഞ്ഞല്ലോ. എനിക്ക് ഇന്റലിജൻസ് സ്പെഷ്യൽ സംവിധാനം ഇല്ലല്ലോ. എന്നെ ആളുകൾ ഫോൺ ചെയ്ത് പറഞ്ഞ് ഇങ്ങനെ ഇയാൾ കിടന്ന് ഭയങ്കര കുഴപ്പമുണ്ടാക്കുമെന്ന്. ഞാൻ അയാളെ ഫോണിൽ വിളിച്ചിട്ട് കുറെ ട്രൈ നോക്കി, കിട്ടുന്നില്ല ആളാണ്. എന്താ പ്രശ്നമെന്ന് അറിയാൻ വേണ്ടി കമ്മീഷണർ നേരിട്ട്. എന്നിട്ട് ഈ മുഖ്യമന്ത്രി അറിഞ്ഞില്ലേ? പിറ്റേ ദിവസം വെളുപ്പാങ്കാലത്ത് 7:30 അറിഞ്ഞത്. ഒരു കമ്മീഷണർ, ഒരു പോലീസ് കമ്മീഷണർ രാത്രി മുഴുവൻ അഴിഞ്ഞാടിയിട്ട്. അപ്പൊ ഇത് നാടകമോ, പ്ലോട്ടാണ്, സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലോട്ടാണ്. നിങ്ങളോട് ഞാൻ പറഞ്ഞില്ല, LDF കൺവീനർ എന്ന് പറയുക, മിടുക്കന്മാര് സ്ഥാനാർത്ഥികൾ. തൃശ്ശൂരത്തെ സ്ഥാനാർത്ഥിയുടെയും തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥിയുടെ പേരാ കൂടുതലുണ്ട്. ഗോവിന്ദൻ പറയാ ഗുജറാത്ത് BJP തൂത്തുവരോട്ടാണ്. അമിത്ഷാ അല്ല പറഞ്ഞത്, ഗോവിന്ദൻ പറയാ ഗുജറാത്ത് തൂത്തുവരും, BJP തൂത്തുവരും. എന്തൊരു സന്തോഷം അത് പറയുമ്പോ. അതാണ് ഞാൻ പറഞ്ഞത്, അവർക്ക് ഏറ്റവും ബെസ്റ്റ് എൻഡ് ചെയ്യണം, നല്ല സൗഹൃദമായിട്ട് പോകാം. നമുക്കാണെങ്കിൽ ഈ ഒരേപോലെ ഇരിക്കുന്ന രണ്ടുപേരെ ഒരുമിച്ച് നേരിടണ്ടല്ലോ, രണ്ടായിട്ട് നേരിടണ്ടല്ലോ, ഒരുമിച്ച് നേരിട്ടപ്പോഴും അല്ല. അതാണ് അത് വർഗീയമാക്കി മാറ്റി നേട്ടം കൊയ്യാൻ BJPക്ക് ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുകയായിരുന്നു. ഞങ്ങൾ ഇപ്പൊ പറയുന്നതല്ല, കേരള രാഷ്ട്രീയത്തിൽ BJPക്ക് സ്പേസ് ഉണ്ടാക്കി കൊടുക്കാനാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ തുടക്കം മുതൽ മുഴുവൻ LDF നേതാക്കന്മാരുടെയും ശ്രമം. അതിലെ ഏറ്റവും അവസാനം കണ്ടാണ് അവിടെ കണ്ടത്. മോദി എന്ന ഒരു പരാമർശത്തിന്റെ പേരിൽ രാഹുൽ ഗാന്ധിയുടെ MP സ്ഥാനം അടക്കം റദ്ദാക്കപ്പെട്ട സംഭവം നമ്മുടെ മുമ്പിലുണ്ട്. ഇന്ത്യയിലെ മുഴുവൻ മുസ്ലിം സമുദായത്തെയും അപമാനിച്ചുകൊണ്ട് ഇന്നലെ പ്രധാനമന്ത്രി ഒരു വളരെ ഇത്ര ഗുരുതരമായ ആരോപണം ഉന്നയിച്ചപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഇന്ത്യ സഖ്യത്തിലെ പ്രധാനപ്പെട്ട ഘടകകക്ഷികളും സാമാന്യേന ദുർബലമായ പരാമർശങ്ങളും പ്രതികരണങ്ങളാണ് കാണിക്കുന്നത്. ഒരു ശക്തമായ കേസോ നടപടികൾ അല്ലല്ല, അത് നടപടി നമ്മൾ ഇലക്ഷൻ കമ്മീഷനും പരാതി കൊടുത്തിട്ടുണ്ട്. ബാക്കി നിയമപരമായ നടപടികൾ നീങ്ങി. ഞാൻ ചോദിക്കട്ടെ, മുഖ്യമന്ത്രി ഇന്നലെ രാവിലെ, ഇനിയാന്നാണ് ഈ സംഭവം ഉണ്ടായത്, ഒരു പൊതുയോഗത്തിൽ പ്രസംഗിച്ചല്ല, മിണ്ടി കൊടുത്തില്ലല്ലോ ഈ പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തെക്കുറിച്ച്. രാവിലെ ഇത്രയും രൂക്ഷമായ പ്രസംഗം പ്രധാനമന്ത്രി നടത്തിയിട്ട് മിണ്ടിയില്ല. പിന്നെ ഞാൻ ഉച്ചയ്ക്ക് പത്രസമ്മേളനത്തിൽ പറഞ്ഞതിന് ശേഷമാണ് അത്, പിന്നെ അതൊരു വാർത്തയായതിനു ശേഷം KC വേണുഗോപാൽ വന്ന് അതിനെതിരായി ശക്തമായി പ്രതിഷേധിച്ച് കോൺഗ്രസ് UDF നേതാക്കൾ ശക്തമായി പ്രതിഷേധിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് വൈകുന്നേരം ഒന്ന് പറഞ്ഞു എന്ന് വരുത്തിയത് മുഖ്യമന്ത്രി. വൈകുന്നേരത്തെ യോഗത്തിൽ രാവിലെ അദ്ദേഹം മറന്നുപോയി. ഇത്രയും രൂക്ഷമായ ഒരു പ്രസ്താവന പ്രധാനമന്ത്രി മിനിഞ്ഞാന്ന് നടത്തിയിട്ട് രാവിലത്തെ പ്രസംഗത്തിൽ മുഖ്യമന്ത്രി മറന്നുപോയി ഈ സംഭവം പറയാൻ. വൈകുന്നേരം ആരുടെ ഒന്ന് ഓർക്കാൻ നിങ്ങൾ നോക്കിക്കോ. ഇന്നലത്തെ രാവിലെ കമന്റ് ചെയ്തിട്ടില്ല. അപ്പൊ ശരി, മറ്റൊരു രാഷ്ട്രീയ പാർട്ടി പോലെ BJPയിലേക്ക് ചേരാൻ പോകുന്നു. ഞങ്ങളുമായി ചർച്ച നടത്തിയത് അദ്ദേഹം കൊടുത്ത അഭിമുഖമാണ്. കേരളത്തിൽ നിന്നാണ് അതെ, അയാളോട് തന്നെ ചോദിക്കും. അല്ലാതെ ഞാനെന്താ പറയണത്?
ഇതുപോലത്തെ വിഡ്ഢിത്തരമൊക്കെ വന്നിട്ട് പറയും. ആസാം മുഖ്യമന്ത്രിയായിട്ടാണ് കേരളത്തിലെ കോൺഗ്രസ്സുകാർ ചർച്ച നടത്തിയത് BJP പോകാൻ വേണ്ടിയിട്ട്. അല്ല, അതൊക്കെ അറിയാം. അതുകൊണ്ട് ആസാം മുഖ്യമന്ത്രി കേരളത്തിലുള്ള ഒരു കോൺഗ്രസ് നേതാവിനെ അറിയില്ല, അപ്പുറത്തോട്ട് പോകാൻ വേണ്ടി. ഇതുപോലത്തെ ഓരോ വിഡ്ഢിത്തരങ്ങൾ ഓരോരുത്തർ വന്ന് പറയണതിന് നമ്മൾ മറുപടി ആണ് കാണിക്കുന്നത്. ഗുജറാത്തിൽ ഒരു BJP സ്ഥാനാർത്ഥി ഏകപക്ഷീയമായി തിരഞ്ഞെടുക്കപ്പെട്ടത് സൂറത്തിൽ അത് കോൺഗ്രസിന് കോൺഗ്രസ് അതിന്റെ നിയമപരമായ നടപടികൾ സ്വീകരിക്കുകയാണ്. മനഃപൂർവ്വമായി ഒരു കാൻഡിഡേറ്റിനെ അയാളെ പ്രപ്പോസ് ചെയ്ത ആളുകളെ കൊണ്ട് ഭീഷണിപ്പെടുത്തി അഫിഡവിറ്റ് വാങ്ങിച്ച് അത് അവരുടെ ഒപ്പല്ല എന്ന് പറഞ്ഞിട്ടാണ് ആ നോമിനേഷൻ തള്ളിച്ചത്. ആ തള്ളിയെ തുടർന്ന് BSPയുടെ നോമിനേഷനും ബാക്കി സ്വതന്ത്ര സ്ഥാനാർത്ഥികളുടെയൊക്കെ നോമിനേഷനും ബലം പ്രയോഗിച്ചും പണം കൊടുത്തും തള്ളിച്ചിട്ട് ഏകകണ്ഠമായി വിജയിച്ചു. അപ്പൊ സൂറത്ത് ഈ ഗോവിന്ദൻ പറയണ എല്ലാ സീറ്റും BJP ഉറപ്പായിട്ട് ജയിക്കുമെന്ന് ഗോവിന്ദൻ വരെ പറയണ സീറ്റിൽ പോലും അവർക്ക് പേടിയുണ്ട് മത്സരിക്കാൻ. അതുകൊണ്ടാണ് ഈ പണി ചെയ്തത്. അപ്പൊ ജനാധിപത്യവും തെരഞ്ഞെടുപ്പ് സംവിധാനവും എത്രമാത്രം, ഞാൻ അതല്ലേ പറഞ്ഞത്, തെരഞ്ഞെടുപ്പ് കമ്മീഷനൊക്കെ ഇവരുടെ വെറും ആയുധങ്ങളായി പ്രവർത്തിക്കുകയാണ് എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. കോൺഗ്രസ് അതിന്റെ നിയമപരമായ നടപടികൾ നീക്കിക്കൊണ്ടിരിക്കുക. സംസ്ഥാന സെക്രട്ടറി ഇവിടെ വെച്ചാണ് അങ്ങനെ ഈ പറഞ്ഞ പ്രയോഗം പറയുന്നത്. അദ്ദേഹം കോൺഗ്രസിനെ വിമർശിച്ചുകൊണ്ടാണ് പറഞ്ഞത്. ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഗുജറാത്തിനെ കൊണ്ട് എത്തിച്ചത് ഇവിടെ നിന്നല്ലോ വേറെ ഇന്ത്യ അതുകൊണ്ട് പറഞ്ഞല്ലോ, ഗുജറാത്ത് തൂത്തുവാരോ എന്ന് പറഞ്ഞല്ലോ. തൂത്തുവാരോ ഞാൻ വീഡിയോ എല്ലാം കണ്ട്. UDF-ലേക്ക് ഏതെങ്കിലും സീറ്റുകളിൽ ഭയമുണ്ടോ? കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ താങ്കൾ തന്നെ പറഞ്ഞ പ്രസ്താവിക്കാൻ ചില സീറ്റുകളിൽ ചില ആശങ്കകളുണ്ട് ഇല്ല, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാൻ 20 സീറ്റുകളാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ പറഞ്ഞത് തുടക്കത്തിൽ 4-5 സീറ്റുകളിൽ നല്ല മത്സരം ഉണ്ടായിരുന്നു, നല്ല മത്സരം. അവിടെയും ഞങ്ങൾക്ക് എഡ്ജ് ഉണ്ടായിരുന്നു. ഇപ്പൊ അത് വ്യക്തമായ എഡ്ജായി. അവിടെ ഉണ്ടായിരുന്ന ചെറിയ ചെറിയ പ്രാദേശികമായ വിഷയങ്ങൾ, കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ വർക്ക് അതായിരുന്നു. ആ വർക്ക് ഞങ്ങൾ പരിഹരിച്ചു. ഇപ്പൊ കൃത്യമായ എഡ്ജായി. ആ 4-5 സീറ്റുകളിൽ കൃത്യമായ എഡ്ജായി. ഞാൻ പറഞ്ഞത് CPM-ന് നിങ്ങൾ പരസ്യമായിട്ട് ചോദിക്കേണ്ട, അവരോട് രഹസ്യമായിട്ട് നിങ്ങൾ പോയി ചോദിക്കുക. ഏതെങ്കിലും CPM നേതാവ് കേരളത്തിൽ ഏതെങ്കിലും ഒരു സീറ്റ് LDF-ന് ഉറപ്പ് പറയാൻ പറ്റുമെന്ന് ചോദിക്കും. നിങ്ങൾ ചോദിക്കും. BJP നേതാക്കളോടും ചോദിക്കും, ഏതെങ്കിലും ഒരു സീറ്റ് ഉറപ്പ് പറയാൻ പറ്റുമോ? തീർച്ചയായിട്ടും കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ വലിയ ഭൂരിപക്ഷം ഉണ്ടാവും. ഇവര് ഒരുമിച്ച് ചേർന്ന് ആക്രമിച്ചുകൊണ്ടിരിക്കില്ലേ പ്രേമേന്ദ്രനെ. പ്രേമേന്ദ്രനെ പോലുള്ള ഒരു പാർലമെന്റേറിയൻ ആരെങ്കിലും നഷ്ടപ്പെടുത്തുമോ വോട്ടർമാര്? മൂന്നിലേറെ യോഗങ്ങളിൽ മുഖ്യമന്ത്രി കൊല്ലത്ത് പങ്കെടുത്തു. രാഹുൽ ഗാന്ധിക്കെതിരെ മോദിക്കെതിരെ ശക്തമായ വിമർശനങ്ങൾ ഉന്നയിച്ചു. പക്ഷേ പ്രേമേന്ദ്രനെതിരെ ഒരു വാക്കുപോലും പറയാൻ തയ്യാറായില്ല. അത് മുൻ അനുഭവത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു. എനിക്കറിയില്ല, നമ്മളല്ലല്ലോ അദ്ദേഹത്തിന്റെ പ്രസംഗം എഴുതി കൊടുക്കുന്നത്. ശരി.